ഇത് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഞാനിവിടെ വന്നിറങ്ങിയിട്ട് അധിക നേരമായിട്ടില്ല. കൊച്ചിയിൽ നിന്ന് രാവിലെയുള്ള വിമാനത്തിൽ ഇവിടെ എത്തിയതാണ്. സമയം 8:30 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെന്നൈയിലെ കുറെ കാഴ്ചകളിലേക്ക് പോകാൻ ഒരു ടാക്സിയിൽ കയറി. യുവരാജ് എന്നാണ് ഈ ഡ്രൈവറുടെ പേര്. ഒരു ഇന്നോവ കാറാണ്. എയർപോർട്ടിൽ നിന്ന് ഞാൻ നഗരത്തിലേക്കാണ് പോകുന്നത്. 2-3 ദിവസം കൊണ്ട് ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള രസകരമായ കുറെ കാഴ്ചകൾ ചിത്രീകരിക്കാനാണ് തീരുമാനം. സഞ്ചാരത്തിൽ തമിഴ്നാടിന്റെ ഈ ഭാഗമൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ചിത്രീകരണത്തിനായി ചെന്നൈയിലേക്ക് വരുമ്പോൾ പലരും ചോദിച്ചു, ചെന്നൈയിൽ എന്താണ് ഇത്ര കാണാനുള്ളതെന്ന്. അതിന്റെ ഉത്തരമാണ് അടുത്ത കുറെ എപ്പിസോഡുകളിലായി കാണിക്കുന്നത്. നഗരത്തിലേക്ക് പോകുമ്പോൾ തലയ്ക്ക് മുകളിൽ മെട്രോ ട്രെയിനിന്റെ പാളങ്ങളാണ് കാഴ്ച. 2 റൂട്ടുകളാണ് ഇപ്പോൾ ഇവിടുത്തെ മെട്രോയ്ക്ക് പ്രധാനമായുള്ളത്. എയർപോർട്ട് മെട്രോ എന്നറിയപ്പെടുന്ന ബ്ലൂ ലൈനും സിറ്റിക്കുള്ളിലെ ഗ്രീൻ ലൈനും. പല ഭാഗത്തും നഗരത്തിന് കുടപിടിച്ചതുപോലെ മെട്രോ സ്റ്റേഷനുകൾ. അവിടം പിന്നിട്ട് പെട്ടെന്ന് തന്നെ ശ്രീനഗർ കോളനി എന്ന ഭാഗത്തേക്ക് വണ്ടി തിരിച്ചുവിട്ടു. എന്റെ ഒരു സുഹൃത്ത് ഇവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും കൂടെ കൂട്ടണം. ശ്രീനഗർ കോളനിയിലെ വരസിദ്ധി വിനായകർ മഹാലക്ഷ്മി ക്ഷേത്രമാണിത്. എന്റെ സുഹൃത്ത് ഇവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹം വഴിയിൽ ഇറങ്ങി നിന്നേക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ നിൽക്കുന്നത് അദ്ദേഹമാണ്. ആൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്. സെന്നി എന്നാണ് പേര്. പത്തനംതിട്ട ജില്ലക്കാരനാണ്. ഇനി ഏതാനും ദിവസങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ഇദ്ദേഹം. സെന്നിയെയും കാറിൽ കയറ്റി യാത്ര തുടർന്നു. ഇടതുവശത്ത് കാണുന്നത് ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പനോരമിക് മ്യൂറൽ ഉള്ളത് ഈ മെട്രോ സ്റ്റേഷന്റെ പുറം ഭിത്തിയിലാണ്. അവിടവും പിന്നിടുമ്പോൾ IT കേന്ദ്രങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. രാമാനുജൻ ഇന്റലിയോൺ IT പാർക്കാണ് വലതുവശത്ത്. ധാരാളം IT കമ്പനികളുള്ള ഒരു സ്ഥലമാണ് ചെന്നൈ. പല IT പാർക്കുകളുണ്ട്. ഈ മുന്നിൽ കാണുന്ന കെട്ടിടം ഇവിടുത്തെ താജ് വെല്ലിംഗ്ടൺ ഹോട്ടലാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ. 18,000 മുതൽ 45,000 വരെയാണ് അവിടെ ഒരു രാത്രിയുടെ മുറി വാടക. അതിന് സമീപത്ത് തന്നെ ടൈഡൽ IT പാർക്ക്. ഇൻഫോസിസ് ഉൾപ്പെടെയുള്ളവരുടെ ക്യാമ്പസ് ഈ ഭാഗത്തുണ്ട്. അങ്ങനെ ഓടി കാർ ECR അഥവാ ഈസ്റ്റ് കോസ്റ്റ് റോഡിലേക്കു കയറി. ചെന്നൈയിൽ നിന്നും പോണ്ടിച്ചേരിയിലേക്കും ചിദംബരത്തേക്കുമൊക്കെ നീണ്ടുകിടക്കുന്ന ഹൈവേ ആണ് ഈസ്റ്റ് കോസ്റ്റ് റോഡ്. ഈ റോഡിലൂടെ ഞങ്ങൾ ആദ്യം പോകുന്നത് മഹാബലിപുരത്തേക്കാണ്. ചരിത്രമുറങ്ങുന്ന ഒരു മഹാസംസ്കൃതിയുടെ അവശേഷിപ്പുകളുള്ള മഹാബലിപുരത്തേക്ക്. മഹാബലിപുരം അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ഒരു ചർച്ച നടന്നത് അവിടെയാണ്. ഇതിവിടുത്തെ മുട്ടുകാട് പാലമാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീണ്ടുകിടക്കുന്ന ബക്കിംഗ്ഹാം കനാലിന് കുറുകെയാണ് മുട്ടുകാട് പാലം. അകലെ കടൽ. കോവളം ബീച്ച് എന്നാണ് ആ ഭാഗത്തെ ബീച്ച് അറിയപ്പെടുന്നത്. അവിടം കഴിയുന്നതോടെ ഇത് ഇന്ത്യ തന്നെയാണോ എന്ന് സംശയിക്കുന്ന മട്ടിൽ വരണ്ടതും കരിമ്പനകൾ വളർന്നു നിൽക്കുന്നതുമായ കടൽ തീരത്തുകൂടിയാണ് പോകുന്നത്. ആഫ്രിക്കൻ തീരമാണിതെന്ന് തോന്നുന്ന മട്ടിലുള്ള ഭൂപ്രദേശം. അപ്പുറം കടൽ. ഇവിടെയൊക്കെ സമ്പന്നർക്ക് ധാരാളം വീടുകളുണ്ട്. വളരെ രസകരമായ ഭൂപ്രകൃതിയാണ് തമിഴ്നാടിന്റെ ഓരോ ഭാഗത്തിനും. ഇപ്പോൾ പേരൂർ ഡിസാലിനേഷൻ പ്ലാന്റിന്റെ പണി നടക്കുന്ന ഭാഗത്തുകൂടിയാണ് കടന്നുപോകുന്നത്. ചെന്നൈ നഗരത്തിൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള വലിയൊരു പ്ലാന്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിദിനം 40 കോടി ലിറ്റർ കടൽ ജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് പണിയുന്നത്. ജയലളിതയുടെ കാലത്ത് പണി പൂർത്തിയായ മറ്റൊരു പ്ലാന്റ് ഇതിനടുത്തു തന്നെയുണ്ട്. അവിടെ നിന്ന് ശുദ്ധജലം നഗരത്തിൽ വിതരണം ചെയ്യുന്നുമുണ്ട്. എന്നാൽ തെക്കുകിഴക്കൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കടൽവെള്ള ശുദ്ധീകരണ പ്ലാന്റാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന പേരൂർ ഡിസാലിനേഷൻ പ്ലാന്റ്. അപ്പുറം കാണുന്നത് നിലവിൽ കടൽവെള്ളം ശുദ്ധീകരിച്ച് നഗരത്തിൽ വിതരണം ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. ഇതിവിടുത്തെ കൽദാൻ സമുദ്ര പാലസ് എന്ന ഹോട്ടലാണ്. അത് കഴിയുമ്പോൾ ഗോൾഡൻ സൺ എന്ന റിസോർട്ട് കാണുന്നു. അത് കഴിഞ്ഞ് ITCയുടെ വെൽക്കം ഹോട്ടൽ. ഉൾക്കടൽ തീരത്തെ മനോഹരമായൊരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണത്. അത് കഴിഞ്ഞ് പല്ലവ ബീച്ച് റിസോർട്ട്. അങ്ങനെ പല റിസോർട്ടുകൾ. ഇത് കോറൽ എന്നൊരു റിസോർട്ടാണ്. ഇതിന്റെയൊക്കെ മറുഭാഗത്ത് ബീച്ചാണെന്നോർക്കണം.
ഞങ്ങൾ മഹാബലിപുരത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. 1300 വർഷം മുൻപ് പല്ലവ രാജാക്കന്മാർ രൂപപ്പെടുത്തിയ നഗരമാണ് മഹാബലിപുരം. സെന്നി മുൻപ് പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. അതിനാൽ ഇവിടുത്തെ സ്ഥലങ്ങൾ പരിചിതമാണ്. യുവരാജാകട്ടെ ഒരു തവണ മാത്രമേ ഈ പട്ടണത്തിൽ വന്നിട്ടുള്ളൂ. തെക്കേ ഇന്ത്യയിലെ പുരാതനമായ ഒരു സാമ്രാജ്യമായിരുന്നല്ലോ പല്ലവ സാമ്രാജ്യം. ചോളന്മാരുമായും പാണ്ഡ്യന്മാരുമായും ബദാമി ചാലൂക്യരുമായും നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെടുന്ന കൂട്ടരായാണ് ചരിത്രത്തിൽ നമ്മൾ പല്ലവരെ കാണുന്നത്. 4-ാം നൂറ്റാണ്ടിൽ കാഞ്ചീപുരം ആസ്ഥാനമാക്കിയാണ് പല്ലവർ സാമ്രാജ്യം സ്ഥാപിച്ചത്. 9-ാം നൂറ്റാണ്ട് വരെ ആ സാമ്രാജ്യം നിലനിന്നു. കാർ ഒരു പാർക്കിംഗ് ഏരിയയിലെത്തി. അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. ഇയാളുടെ പേര് രാമചന്ദ്രൻ എന്നാണ്. ഓട്ടോ ഡ്രൈവറാണ് രാമചന്ദ്രൻ. 5-6 കിലോമീറ്റർ ചുറ്റളവിൽ കുറെ ക്ഷേത്രങ്ങളും ചരിത്രാവശിഷ്ടങ്ങളും ചിതറിക്കിടക്കുകയാണ് ഇവിടെ എന്ന് രാമചന്ദ്രൻ പറഞ്ഞു. അവിടേക്കെല്ലാം കാർ പോകില്ല. ഓട്ടോ ആണെങ്കിൽ എല്ലായിടത്തും കൊണ്ടുപോകാം. അതിനായി ആദ്യം 500 രൂപയാണ് രാമചന്ദ്രൻ ചോദിച്ചത്. കച്ചവടം ഉറയ്ക്കാനായി 400 രൂപയ്ക്കാണെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു. രാമചന്ദ്രൻ ഓട്ടോറിക്ഷയുമായി വന്നു. പുത്തനൊരു ഓട്ടോറിക്ഷയാണ്. ഡോറൊക്കെയുള്ള പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്ക് ഒരു ഇംപ്രഷൻ കൊടുക്കുന്ന രീതിയിൽ ഭംഗിയും വൃത്തിയുമുള്ള ഓട്ടോറിക്ഷ. രാമചന്ദ്രന് അത്യാവശ്യം മലയാളം അറിയാം. ആദ്യം പോകുന്നത് ഇവിടുത്തെ പല ക്ഷേത്രങ്ങളിലേക്കാണ്. അങ്ങനെ പോകുന്ന വഴിക്കും നിരവധി ചരിത്രശേഷിപ്പുകൾ ചിതറിക്കിടക്കുന്നുണ്ട്. ഇത് അത്തരമൊന്നാണ്. ഒരു പാറയിൽ കുറെ കൊത്തുപണികൾ കണ്ടാണ് അവിടെ വണ്ടി നിർത്തിയത്. അൺഫിനിഷ്ഡ് പെനൻസ് റിലീഫ് എന്നാണ് ഇതിന്റെ പേര്. അർജുനന്റെ തപസ്സാണ് ഇതിലെ വിഷയം. ഇതേ വിഷയത്തിലുള്ള പൂർണ്ണമായ മറ്റൊരു വർക്ക് മഹാബലിപുരത്ത് വേറൊരിടത്തുണ്ട്. അത് രൂപപ്പെടുത്തുന്നതിന് മുൻപ് നടത്തിയ ഒരു പരീക്ഷണമോ പരിശീലനമോ ആകാം ഇതിന് പിന്നിലെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത്. നർത്തകീ ശില്പങ്ങളും ആനയും ദേവതകളുമെല്ലാമുണ്ട്. ശില്പം കൊത്താനായി അടയാളപ്പെടുത്തിയ കുറെ കളങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നു. റിലീഫ് വർക്കുകളാണ്. പ്രതലത്തിൽ നിന്നും അല്പം മാത്രം പൊന്തി നിൽക്കുന്ന കൊത്തുപണിയെയാണ് റിലീഫ് വർക്ക് എന്ന് പറയുന്നത്. മഹാബലിപുരത്ത് നമ്മൾ കാണാൻ പോകുന്നതിൽ ഏറ്റവും നിസ്സാരമായ വർക്കാണിത്. പിന്നിൽ ഒരു ലൈറ്റ് ഹൗസ് കാണാം. 1904 ബ്രിട്ടീഷുകാർ പണിതതാണ് അത്. ആ ലൈറ്റ് ഹൗസ് നിൽക്കുന്നതിന് സമീപം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി യാത്ര തുടർന്നു. ആദ്യത്തെ പ്രധാന കാഴ്ചയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഓടി ഞങ്ങൾ 5 രഥാസ് എന്ന മോണുമെന്റിന്റെ സമീപത്തേക്കെത്തി. ഇതെല്ലാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്ന പ്രദേശങ്ങളാണ്. ടിക്കറ്റ് എടുക്കണം. ഒരു ടിക്കറ്റ് എടുത്താൽ മഹാബലിപുരത്തെ എല്ലാ ചരിത്ര സ്മാരകങ്ങളിലേക്കും ആ ടിക്കറ്റ് കൊണ്ട് പോകാം. കയറി ചെല്ലുന്നത് ഒരു മണൽപ്പരപ്പിലേക്കാണ്. ആ കാണുന്നതാണ് 5 രഥാസ്. പഞ്ചപാണ്ഡവർക്കും ദ്രൗപദിക്കും വേണ്ടി നിർമ്മിച്ച 5 കോവിലുകൾ തന്നെയാണ് പഞ്ചരഥാസ്. രഥം എന്നതുകൊണ്ട് ചക്രങ്ങളിൽ ഉരുളുന്ന നിർമ്മിതിയായി കണക്കാക്കേണ്ടതില്ല. ഒറ്റപ്പാറകളിൽ കൊത്തിയെടുത്ത കോവിലുകളും സിംഹത്തിന്റെയും ആനയുടെയും ഒക്കെ പ്രതിമകളുമാണ് ഇവിടെയുള്ളത്. പല്ലവ ശില്പകലയുടെ പ്രത്യേകതകളെല്ലാം ചേരുന്നതാണ് ഇവിടുത്തെ ഓരോ രഥവും. AD 630-നും 668-നും ഇടയിൽ നിർമ്മിച്ചതാണ് ഇതെല്ലാം. അടുത്തടുത്തായി നിൽക്കുന്ന 5 രഥങ്ങൾ പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ ഒന്നാമന്റെ കാലത്താണ് ഇവ നിർമ്മിതമായത്. അദ്ദേഹത്തിന്റെ പിൻഗാമികളായ നരസിംഹവർമ്മൻ രണ്ടാമൻ, രാജസിംഹൻ എന്നിവരുടെ കാലത്തും ഇതിൽ ചില കൊത്തുപണികൾ നടന്നതായി അനുമാനിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം കാണുന്നത് ധർമ്മരാജരഥമാണ്. പാണ്ഡവരിലെ മൂത്തവനായ ധർമ്മപുത്രർക്കു വേണ്ടിയുള്ള രഥം. അതിന് തൊട്ടപ്പുറം ഭീമരഥം. പഞ്ചരഥങ്ങളിൽ ഏറ്റവും വലുത് ഭീമരഥമാണ്. നല്ല വെയിലും ചൂടുമാണിവിടെ. ഇതാണ് ധർമ്മരാജരഥം. പാണ്ഡവരിൽ ഏറ്റവും ഉന്നതൻ ധർമ്മപുത്രരാണെന്ന സങ്കല്പത്തിലാവാം പഞ്ചരഥങ്ങളിൽ ഏറ്റവും ഉയരം ധർമ്മരാജരഥത്തിനാണ്. കൗതുകകരമായ ഒരു കാര്യം, ധർമ്മരാജരഥം ഉൾപ്പെടെ പലതിൻ്റെയും ഉൾഭാഗം പൂർണ്ണമായിട്ടില്ല എന്നതാണ്. പലതും ശില്പങ്ങൾ കൊത്താനായി ഒഴിച്ചിട്ട മട്ടിലാണ് കാണുന്നത്. എന്നാൽ ചില ചുമരുകളിൽ ശില്പങ്ങൾ പൂർത്തിയായിട്ടുണ്ട് താനും. മറ്റൊരു കാര്യം, ഇവയ്ക്കൊന്നും നല്ല മുറ്റമില്ല എന്നതാണ്. അകത്തേക്ക് കയറാൻ നല്ല പടവുകൾ പോലുമില്ല. അടുത്തതായി നടന്നെത്തുന്നത് ഭീമരഥത്തിന്റെ സമീപത്തേക്കാണ്.
പഞ്ചരഥങ്ങളിലെ ഏറ്റവും വലിയ നിർമ്മിതിയുടെ അടുത്തേക്ക്. ഇതൊന്നും കല്ലുകൊണ്ട് പടുത്തതല്ലെന്നോർക്കണം. ഒറ്റപ്പാറയിൽ കാർവ് ചെയ്തെടുത്തതാണ്. ഇതിനൊന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് അജന്തയിലും എല്ലോറയിലുമുള്ള റോക്ക് കട്ട് ക്ഷേത്രങ്ങളിലേതുപോലുള്ള പെർഫെക്ഷനുമില്ല. എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിച്ച് അതൊക്കെ പാതി വഴിയിലാക്കി ശില്പികൾ പോയതുപോലെയുണ്ട്. എന്നാൽ മൊത്തത്തിൽ ഒരു ആനച്ചന്തമുണ്ട് താനും. പടുകൂറ്റൻ ഗ്രാനൈറ്റ് പാറകളെ കല്ലുളിയും ചുറ്റികയും മാത്രം ഉപയോഗിച്ചാണ് ഈ വിധം ഒരുക്കിയെടുത്തതെന്നു കൂടി ഓർക്കണം. ചിലതിനുള്ളിൽ വലിയ മുറികൾ തന്നെയുണ്ട്. ഈ പ്രദേശത്തെ തന്നെ ഏറ്റവും വലിയ പാറക്കെട്ടിനെയാണ് ഭീമരഥമാക്കി മാറ്റിയിരിക്കുന്നത്. ഒരു വലിയ ക്ഷേത്രത്തെ മാതൃകയാക്കിയാവാം ഇത് പണിതതെന്നാണ് കരുതപ്പെടുന്നത്. മുറ്റത്ത് ഇവിടെ വലിയൊരു ആനയുടെ രൂപമുണ്ട്. ഇതും പൂർത്തിയായിട്ടില്ല. ഇത്തരം പലതിൻ്റെയും അടുത്ത് ചെല്ലുമ്പോൾ അത് ദ്രവിച്ചു പോയതുപോലെ നമുക്ക് തോന്നും. 1300 വർഷത്തിലേറെയായി ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഉപ്പുകാറ്റേറ്റ് നിൽക്കുകയാണല്ലോ ഇവയെല്ലാം. ഇത് നകുല സഹദേവ രഥമാണ്. ഏറെക്കുറെ പൂർത്തിയായ വിധമുള്ള ഒരു കൊച്ചു രഥം. ഒരു മുറ്റത്തിനു ചുറ്റും 5 രഥങ്ങളിങ്ങനെ നിരന്നു നിൽക്കുന്നു. നകുല സഹദേവ രഥത്തിനടുത്തു നിന്നും നടക്കുമ്പോൾ പിന്നിൽ ആനയുടെ കൂറ്റൻ ശില്പം, അതിനു പിന്നിൽ അർജുനരഥം, അതിനു സമീപം സവിശേഷ രൂപമുള്ള ഒരു ചെറിയ രഥമുണ്ട്. ഒരു പുൽക്കുടിൽ പോലെയുണ്ട്. അതാണ് ദ്രൗപദി രഥം. പഞ്ചരഥങ്ങളിൽ ഏറ്റവും ചെറുത് ദ്രൗപദി രഥമാണ്. അതിനൊരു സ്ത്രൈണഭാവം നൽകിയിരിക്കുന്നു. അങ്ങനെ പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള രഥങ്ങളും ആനയും സിംഹങ്ങളും നന്ദീശില്പവുമെല്ലാമുള്ള ഒരു കോംപ്ലക്സ് ആണിത്. പല്ലവ സാമ്രാജ്യകാലത്തോ തുടർന്നുള്ള നൂറ്റാണ്ടുകളിലോ ഇവിടെയുള്ള ക്ഷേത്രസമാനമായ രഥങ്ങളിൽ പൂജയോ മറ്റു ചടങ്ങുകളോ നടന്നിരുന്നതിന്റെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങൾ ഗവേഷകർ പറയുന്നുണ്ട്. ഇതൊരു ക്ഷേത്രനഗരിയായുള്ള നിർമ്മാണം പൂർത്തിയാവുന്നതിനു മുൻപ് യുദ്ധമോ പ്രകൃതി ദുരന്തങ്ങളോ കാരണം ഉപേക്ഷിക്കപ്പെട്ടിരിക്കാം എന്നാണ് ഒരു നിഗമനം. AD 668 നരസിംഹവർമ്മൻ രാജാവ് മരിച്ചതോടെ ഇവയുടെ പണികൾ നിലച്ചു പോവുകയായിരുന്നു എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ. മൂന്നാമതൊരു അഭിപ്രായം കൂടിയുണ്ട്. അത് ഈ ക്ഷേത്രങ്ങൾ പല്ലവർ നിർമ്മിക്കാനുദ്ദേശിച്ച വലിയ ക്ഷേത്രങ്ങളുടെയോ തടികൊണ്ട് പണിയാൻ ഉദ്ദേശിച്ച രഥങ്ങളുടെയോ പ്രോട്ടോടൈപ്പുകൾ ആയിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് പല്ലവ ശില്പികളുടെ പരീക്ഷണശാല എന്ന് ഇവിടം അറിയപ്പെടുന്നത്. ഞാൻ ആ രഥങ്ങളുടെ ചുറ്റോടു ചുറ്റുമൊന്ന് നടന്നു. മനോഹരമായ നിർമ്മിതികളാണ്. പക്ഷേ ഇവയൊക്കെ അല്പാൽപമായി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അവ അറ്റകുറ്റപ്പണികൾ തീർത്ത് നിലനിർത്താൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വലിയ ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. ഞാൻ അവിടെ നിന്നിറങ്ങി. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. കടുത്ത ചൂടാണ്. ഞങ്ങൾ ഓരോ കരിക്ക് കുടിക്കാൻ തീരുമാനിച്ചു. കരിക്കിൻ വെള്ളവും അതിന്റെ കാമ്പുമൊക്കെ കഴിച്ചപ്പോൾ ക്ഷീണമൊന്നു മാറി. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് നടന്നു. അടുത്തതായി എത്തുന്നത് മഹിഷമർദിനി റോക്കട്ട് മണ്ഡപം എന്നൊരു പുരാതന നിർമ്മിതിയുടെ അടുത്തേക്കാണ്. ഒരു വിശേഷപ്പെട്ട പുരാനിർമ്മിതി തന്നെയാണത്. കൂറ്റൻ ഒറ്റപ്പാറയുടെ മുകളിൽ ഒരു ക്ഷേത്രം കാണാം. ഈശ്വരക്ഷേത്രമാണ് പാറയുടെ മുകളിൽ. പല്ലവ രാജാവായിരുന്ന രാജസിംഹൻ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 8-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി പണികഴിപ്പിച്ച ക്ഷേത്രം. ഞാൻ അവിടേക്ക് കയറാൻ തീരുമാനിച്ചു. 2 പാറക്കെട്ടുകൾക്കിടയിലൂടെ നിർമ്മിച്ച പടവുകൾ. ആ കൽപ്പടവുകൾ കയറിയെത്തുന്നത് ഒരു കൂറ്റൻ പാറയുടെ മുകളിലേക്കാണ്. ഇവിടെ നിന്നാൽ ചുറ്റോടു ചുറ്റുമുള്ള ഭൂപ്രകൃതിയൊക്കെ കാണാം. ഇനിയും മുകളിലേക്ക് കയറിയാൽ ഈശ്വരക്ഷേത്രത്തിലേക്കെത്താം. ഒളക്കണ്ണേശ്വര ക്ഷേത്രമെന്നും അതറിയപ്പെടുന്നുണ്ട്. പരമശിവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രമാണ്. ശിവന്റെ തൃക്കണ്ണിനെ പരാമർശിച്ച് ജ്വാലക്കണ്ണേശ്വര ക്ഷേത്രമെന്നും പ്രാദേശികമായി അതറിയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിൽ കപ്പലുകൾക്ക് വഴികാട്ടാനായി സ്ഥാപിതമായ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നത് ഈശ്വരക്ഷേത്രത്തിന്റെ മുകളിലാണ്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് പണിയാൻ തീരുമാനിച്ചപ്പോൾ
സ്ഥലം കണ്ടെത്തിയത് ഈശ്വരക്ഷേത്രം നിൽക്കുന്ന പാറക്കെട്ടിന്റെ സമീപം തന്നെയാണ്. ഇതാണ് മഹിഷമർദിനി റോക്ക് കട്ട് മണ്ഡപം. ക്ഷേത്രം നിൽക്കുന്ന പാറയുടെ താഴെ തന്നെയാണത്. കൂറ്റൻ പാറ തുരന്നെടുത്തുണ്ടാക്കിയ മണ്ഡപം. നരസിംഹവർമ്മൻ രാജാവിന്റെ കാലത്ത് 7-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് അത് പണിതത്. ദക്ഷിണേന്ത്യയുടെ പുരാതന റോക്കട്ട് ഗുഹാക്ഷേത്രത്തിന്റെ ഉത്തമ മാതൃകയായി വിലയിരുത്തപ്പെടുന്ന മണ്ഡപമാണിത്. മഹാബലിപുരത്തെ പ്രാധാന്യമാർന്നൊരു നിർമ്മിതിയും. ഞാൻ മഹിഷമർദിനി മണ്ഡപത്തിനകത്തേക്ക് കയറി. പൂർണ്ണതയുള്ള നിരവധി ശില്പങ്ങൾ ഇതിലുണ്ട്. ഗവേഷകർ അനന്തശൈനി എന്ന് പേരിട്ടിരിക്കുന്ന പാനൽ ശില്പമാണിത്. അനന്തൻ എന്ന സർപ്പത്തിനു മുകളിൽ ശയിക്കുന്ന മഹാവിഷ്ണു. ഒരു യഥാർത്ഥ ക്ഷേത്രം പോലെ തന്നെയാണ് പാറ തുരന്ന് മഹിഷമർദിനി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. മഹാവിഷ്ണുവിന്റെ ശില്പം കൊത്തിയ ശ്രീകോവിൽ പോലൊരു ഭാഗം. അങ്ങനെ പല പല മുറികളുണ്ട്. ഇതോരോന്നും ഓരോ ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നതോ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചിരുന്നതോ ആയ കോവിലുകളാണ്. ചുറ്റും പല പല ദേവതകൾ. ഇത് മഹിഷാസുരമർദിനി ശില്പമാണ്. പല്ലവകാലത്തെ ഏറ്റവും പൂർണ്ണതയുള്ള കാർവിംഗ് ശില്പങ്ങളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. പലതരത്തിലുള്ള വലിയ തൂണുകളാണ് മണ്ഡപത്തിന്റെ മറ്റൊരു പ്രത്യേകത. പുറത്തേക്ക് നോക്കുമ്പോൾ വേറെയും പാറകളിൽ എന്തൊക്കെയോ പണികൾ നടത്താനായി തുടക്കമിട്ട് വെച്ചത് കാണാം. ഇതൊക്കെ പാതി വഴിയിൽ പണി നിലച്ചുപോയതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പല്ലവ രാജവംശത്തിന്റെ പതനമായിരിക്കാം ഒരു കാരണം. മഹാബലിപുരം പല്ലവ സാമ്രാജ്യത്തിലെ ശില്പികളുടെ പരിശീലന കേന്ദ്രമായിരുന്നെന്നും ഗവേഷകർ അനുമാനിക്കുന്നുണ്ട്. പാറകൾക്കിടയിലൂടെ നടന്നു. ഇതാണ് ഇവിടെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ലൈറ്റ് ഹൗസ്. 1904 ഈ ലൈറ്റ് ഹൗസ് പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങിയത്. അതിനു മുകളിൽ സന്ദർശകർ കയറി നിൽക്കുന്നുണ്ട്. 2011 ഇത് ടൂറിസ്റ്റുകൾക്ക് തുറന്നുകൊടുത്തത്. ഒരു പാറയുടെ മുകളിലാണ് ലൈറ്റ് ഹൗസ്. ഇവിടെ അനേകം കാഴ്ചകൾ ഉള്ളതുകൊണ്ട് എല്ലാറ്റിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പല വലിപ്പത്തിലുള്ള അനേകം പാറകൾ. പല്ലവ രാജവംശം ഏതാനും നൂറ്റാണ്ടുകൾ കൂടി നിലനിന്നിരുന്നെങ്കിൽ ഇവിടെയുള്ള ഓരോ പാറയും ഓരോ ശില്പമോ മണ്ഡപമോ ആയി മാറിയേനെ. AD 630 മുതൽ 38 വർഷക്കാലം പല്ലവ സാമ്രാജ്യം ഭരിച്ച നരസിംഹവർമ്മൻ മഹാമല്ലന്റെ കാലത്താണ് ഇവിടെ ഏറ്റവും അധികം നിർമ്മിതികളുണ്ടായത്. മഹാമല്ലൻ എന്ന അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് മഹാബലിപുരത്തിന്റെ മറ്റൊരു പേരായ മാമല്ലപുരം ഉണ്ടായത്. മഹാബലിപുരം പല്ലവ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമോ രാജനഗരമോ ആയിരുന്നില്ല. കാഞ്ചീപുരമായിരുന്നു പല്ലവ തലസ്ഥാനം. ദ്രാവിഡ വാസ്തുവിദ്യയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മഹാബലിപുരത്തെ പല്ലവർ ശില്പികളുടെ ഗ്രാമമായി വളർത്തുകയായിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ പല്ലവരെ തോൽപ്പിച്ചതോടെ ആ സാമ്രാജ്യം അസ്തമിച്ചു. അതോടെയാണ് മഹാബലിപുരത്തിന്റെ പ്രാധാന്യവും നഷ്ടമായത്. ഇവിടെ കല്ലിൽ കൊത്തിയ കുറെ ശില്പങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരാളിരുന്ന് കല്ല് കൊത്തുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഇരുന്ന് പണിയാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. കാരണം പൊടി സന്ദർശകർക്കും പുരാനിർമ്മിതികൾക്കുമൊക്കെ പ്രശ്നമാകും. പുറത്തുനിന്ന് പണിതു കൊണ്ടുവന്ന ശില്പങ്ങളാണിത്. ഗ്രാനൈറ്റിൽ കൊത്തിവയാണ് കൂടുതലും. അവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ബാലാജി എന്നാണ് പേര്. ശില്പങ്ങളുടെ വിൽപ്പനക്കാരനാണ്. കല്ലെവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ ചോദിച്ചു. രാജസ്ഥാൻ ഉൾപ്പെടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കല്ല് കൊണ്ടുവരുന്നു. അത് മഹാബലിപുരത്തെ പണിശാലകളിൽ വെച്ച് കൊത്തിയെടുക്കും. ബാലാജിയുടെ കുടുംബത്തിന് നല്ലൊരു വർക്ക്ഷോപ്പുണ്ട്. ക്ഷേത്രങ്ങൾക്കുള്ള വലിയ ശില്പങ്ങൾ വരെ ഇവർ ഉണ്ടാക്കിക്കൊടുക്കും. ഇത്തരം ചെറിയ ശില്പങ്ങൾ ടൂറിസ്റ്റുകൾക്കുള്ളതാണ്. ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് പാശ്ചാത്യ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരിക. ആ സമയത്താണ് നല്ല കച്ചവടം നടക്കുകയെന്നാണ് ബാലാജി പറയുന്നത്. ഇത് ഫൈബർ കൊണ്ടുണ്ടാക്കിയതാണ്. എന്നാൽ വളരെ സൂക്ഷ്മതയോടെ കല്ലിൽ കൊത്തിയെടുത്ത ശില്പങ്ങളും ധാരാളം. ബുദ്ധൻ ശില്പികൾക്കൊരു പ്രധാന വിഷയമാണ്. ഡ്രൈവർ രാമചന്ദ്രനുമായി അടുത്തതായി ഏതൊക്കെ കാഴ്ചകളിലേക്ക് പോകണമെന്ന് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തു. ഇവിടുത്തെ എല്ലാ പ്രധാന കാഴ്ചകളിലേക്കും പോകാൻ തന്നെയാണ് തീരുമാനം. ആർക്കിയോളജിക്കൽ സൈറ്റാണ് ഈ വേലിക്കപ്പുറം. അതെല്ലാം മനോഹാരിതയോടെ പരിപാലിക്കുന്നുമുണ്ട്. നിരവധി ചരിത്രാവിശേഷിപ്പുകൾ.
മഹാബലിപുരത്ത് ഏത് വഴിയെ പോയാലും ചരിത്ര കാഴ്ചകൾ കിട്ടും. സെന്നി കുറെ കാലം മുൻപ് ഇവിടെ വന്നതാണ്. എങ്കിലും സ്ഥലങ്ങൾ അറിയാം. വഴിയോരത്ത് ശില്പങ്ങൾ വിൽക്കുന്ന നിരവധി കടകൾ, വമ്പൻ ശില്പങ്ങളും ദേവതാ വിഗ്രഹങ്ങളുമെല്ലാം കൊത്തിവെച്ചിരിക്കുന്നു. ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയിറങ്ങി. ഇവിടെ ഒരു സ്ത്രീയുടെ വിൽപ്പന ഇതാണ്. പച്ചമാങ്ങയും പഴുത്തമാങ്ങയും കുക്കുംബറുമെല്ലാം. ഇന്ത്യയിലെ ഏത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെയും കാഴ്ചയാണല്ലോ ഇത്. മാങ്ങ കഷ്ണങ്ങളാക്കി ഉപ്പും മുളകും വിതറി വെച്ചിരിക്കുന്നു. 20 രൂപയാണ് വില. ഞാൻ വാങ്ങാൻ തന്നെ തീരുമാനിച്ചതാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത് വാങ്ങുമെന്നാണ് കച്ചവടക്കാരിയുടെ പ്രതീക്ഷ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ഈച്ചയുടെ ആധിക്യം കാരണം തിന്നാൻ തോന്നുന്നില്ല. ഒടുവിൽ ഒരു 20 രൂപ അവർക്ക് കൊടുത്തിട്ട് നടത്തം തുടർന്നു. മഹാബലിപുരത്തിന്റെ അത്യത്ഭുതകരമായ കാഴ്ചകളാണ് ഇനി എന്നെ കാത്തിരിക്കുന്നത്.